എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്രൂണോയിൽ എങ്ങനെയാണ് ക്വറി പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ ക്വറി പാരാമീറ്റർ എന്താണെന്ന് നോക്കാം. ദ ക്വറി പാരാമീറ്റേഴ്സ് ആർ യൂസ് ടു സോർട്ട് ഓർ ഫിൽറ്റർ റിസോഴ്സസ്. ക്വറി പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന റിസോഴ്സിനെ സോർട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ഈ ഡെമോയിൽ യൂസ് ചെയ്യുന്നത് റെക്വസ്റ്റ് എന്ന വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ലിസ്റ്റ് യൂസേഴ്സ് എന്ന APIയുടെ എൻഡ് പോയിന്റ് ആണ്. ഈ എൻഡ് പോയിന്റിൽ യൂസേഴ്സ് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. അതിനുശേഷം പേജ് ഈക്വൽ ടു 2 എന്നുള്ള പാർട്ടാണ് ക്വറി പാരാമീറ്റർ എന്ന് പറയുന്നത്. പേജ് എന്ന കീയും ഈക്വൽ ടു 2 എന്ന് ഉള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. ഞാൻ റിക്വസ്റ്റ് ഡോട്ട് എന്ന വെബ്സൈറ്റ് ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലെ ലിസ്റ്റ് യൂസേഴ്സ് എന്ന ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന APIയുടെ എൻഡ് പോയിന്റ് ആണ് ഡെമോയ്ക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ എൻഡ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ API പേജ് 2-ലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട യൂസേഴ്സിൻ്റെ ലിസ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ യൂസേഴ്സ് എന്ന ഈ ഒരു പാർട്ട് വരെ നമുക്കതൊരു ബേസ് URL ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന് ശേഷമുള്ള ഭാഗമാണ് ക്വറി പാരാമീറ്റർ. ഞാൻ ഈ റിക്വസ്റ്റ് ബ്രൂണോയിൽ ആഡ് ചെയ്യുവാണ്. അതിനു മുമ്പ് യൂസേഴ്സ് വരെയുള്ള ഭാഗം ഞാൻ കോപ്പി ചെയ്ത് വെച്ചു. അതിനുശേഷം ബ്രൂണോയിൽ റിക്വസ്റ്റ് എന്ന കളക്ഷൻ്റെ ഉള്ളിൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ റിക്വസ്റ്റ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, ഗെറ്റ് യൂസേഴ്സ് ഫ്രം പേജ് 2. അതിനുശേഷം ബേസ് URL ആയിട്ടുള്ള യൂസേഴ്സ് വരെയുള്ള പാർട്ട് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്വറി എന്നൊരു ടാബ് ഉണ്ട്. അത് ബൈ ഡിഫോൾട്ട് സെലക്റ്റഡ് ആയിരിക്കും, ഫസ്റ്റ് ടാബാണ്. അതിൽ ആഡ് പരാം എന്നൊരു പ്ലസ് ബട്ടണുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്വറി പാരാമീറ്ററിൻ്റെ കീ നമ്മളിവിടെ ആഡ് ചെയ്യണം. നമ്മുടെ കേസിൽ പേജ് എന്നുള്ളതാണ് കീ. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 2. അത് ആ വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബേസ് URLൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും പേജ് ഈക്വൽ 2 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ആയി വരും. അത് നിങ്ങൾക്ക് കാണാം. വാല്യൂ എന്നുള്ള കോളത്തിൽ 2 എന്നുള്ള വാല്യൂ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ മാർക്കും പേജ് ഈക്വൽ 2 എന്നുള്ള അപ്പൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് സേവ് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം പേജ് 2-ലെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വറി പാരാമീറ്റർ ബ്രൂണോയിൽ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.